like a satellite in the dark. I can find you with the beat of my heart. Wherever you go, I will follow. You're my yesterday and tomorrow. If you fall asleep and get lost in your dreams, you can reach out and hold on to me. Turn the lights out, pull me closer. Lay your head down on my shoulder. If you drift too far away, I'll bring your ship back to the shore. When you're lost on lonely roads, I'll take you home. Take you home. Like a star in the deep blue sky, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും തേട മാതാവേ, ഒരിക്കലും നീ മേടിച്ചായാലോ കേട്ടായി ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മാതാവേ, ഞാൻ ഇന്ത്യയുടെ അധികതയെക്കാത്തോടെ നിൽക്കുന്നു. അവതരിച്ചോദനത്തിന് മാതാവേ, എന്റെ അമ്മയെ എന്റെ അപേക്ഷിക്കാതെ അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർവശക്തന്റെ തണലിൽ കഴിയുന്നതിനും കർത്താവിനോട് എന്റെ സങ്കേതം എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കടിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. Wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus.
few fights. Who's wrong and who's right? But I want you to know, at the end of the day, I'm always here to stay. No, you'll never be alone. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. Oh, and when it's time to say goodbye, we'll rest in our foundation, hand in hand, on our knees, nothing between us. 'Cause in the end, even death could only lead us to you, me, and Jesus. അത്യുന്നതമാം സംയോഗത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സംയോഗത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സദസ്യനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സദസ്യനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സദസ്യനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സദസ്യനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ,
യുവാക്കൾക്കെതിരായി ഉദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളായ വധുവരന്മാരെ സമരരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും രക്ഷകത്തിനും നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും വിഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവമേ, സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ രാജാവിനെ സന്ദർശിക്കും. തോഴികളായ കന്യകമാരോടെ അനുഗമിക്കും. അവർ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുദ്രയുള്ളവയാകും. നിന്റെ മക്കൾ നശിച്ചിട്ടും സൈതുമളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ രക്ഷകനമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവമേ, സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അന്ന് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകലസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കൂടിച്ചൂടിക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അന്ന് സകലത്തിന്റെ നാമം സൃഷ്ടാവുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നെ നമുക്ക് മാതൃദൈവമായിരിക്കട്ടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിൽ പരിപാലിക്കുന്നവനാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സുഖത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിക്കുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണക്കാരും അനുഗ്രഹക്കാരും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേരിടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമൂടികളായ പിരിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസ്ഥിതിയിൽ അമൂല്യവും സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുഗ്രഹിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രഹാത്തെ നാഥാനെ വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാരണമാക്കേണ്ടതില്ല.
ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിയെന്നതിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുമേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തോട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് എതിരെ പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനീറ്റയുടെയും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ജിതിന്റെയും അനീറ്റയുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, മാധുര്യമുള്ള ദിവസമാണ്, നിമിഷമാണ് ഇത്. ഈശോയ്ക്ക് അവരെക്കുറിച്ചുള്ള ഒരു സുവർണ സ്വപ്ന പദ്ധതിയുടെ വിരലുകൾ വിരിയുന്ന സമയവുമാണ് ഇത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഏറെ സന്തോഷിക്കുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ, ആത്മാവിൻ അകത്താമ്പിൽ ഒരു സന്തോഷം, ഒരു മാധുര്യം നുരഞ്ഞ് പൊന്തുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ. കാരണം ജിതിൻ, അനീറ്റ, ഈ 2 ദൈവങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ നേരിട്ട് കടന്നു വന്ന് ഇടപെടാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് അവർക്ക് വേണ്ടി ഒരുപാട് അടയാളങ്ങളുടെ ആരംഭം കുറിക്കുന്ന സമയവുമാണല്ലോ ഇത്. ജിതിനും അനീറ്റയും കഴിഞ്ഞ ഏറെ നാളുകളായി ഒത്തിരി പ്രാർത്ഥിച്ച്, നല്ലതായിട്ട് പഠിച്ച്, പരിശീലനം നേടി, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പൂക്കൾ കൊണ്ട് പൂമാല കൊടുത്തൊരുക്കി ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ആലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു മനുഷ്യനും ഒറ്റപ്പെട്ടു പോകാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയോ അവന് ചേർന്ന ഒരു തുണയെ കൊടുക്കുമ്പോഴാണ് ഈശോയ്ക്ക് സന്തോഷമാകുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് യോസേഫിനെ കൊടുത്തു, അബ്രാഹത്തിന് സാറയെ കൊടുത്തു, ജിതിന് അനീറ്റയെ കൊടുക്കുകയാണ്. സമ്പൂർണമായ ഒരു കൊടുക്കലാണ്. അനീറ്റയുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലുമുള്ള പൂർണ്ണമായ അധികാരം
ജീതിന് ഈശോ കൈമാറുകയാണ്. ജീവനുള്ള ഒരു സമ്മാനത്തെ ഈശോ ജീതിന് കൊടുക്കുകയാണ്. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് റെസ്പെക്ട് ആൻഡ് ഹാൻഡിൽ വിത്ത് അറ്റ്മോസ്റ്റ് ഡിഗ്നിറ്റി. ഇതും പറഞ്ഞ കർത്താവ് ജീതിന് അനീറ്റയെ സമ്മാനിക്കുകയാണ്. നമ്മളൊക്കെ പരസ്പരം ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇന്ന് റിസപ്ഷന്റെ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കും ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒരാളും ജീവനുള്ള ഒരു സമ്മാനം നമുക്ക് തരില്ല. കുറച്ച് വസ്തുക്കൾ തരില്ല, പക്ഷെ അതിന് ജീവനില്ല, ജീവനുണ്ടാകുകയില്ല. പക്ഷേ ഈശോ തരുന്ന സമ്മാനത്തിന് ജീവനുണ്ട്. കൊടുക്കുന്ന പ്രതിസമ്മാനമാണ് ജീവൻ എന്ന നല്ല ക്രിസ്തീയ യുവാവ്, നല്ല ദൈവ പൈതൽ. ഇങ്ങനെയാണ് ചെറുപ്രായം മുതൽ പപ്പായും മമ്മിയും പഠിപ്പിച്ചു തന്ന വിശ്വാസത്തിന്റെ നല്ല ശീലങ്ങളും ശീലങ്ങളും അവർ തന്നെ സ്വകാര്യമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന മണിക്കൂറുകളുടെ ധന്യത, അവൾ കാതുസൂക്ഷിച്ച നൈർമല്യം എല്ലാം ചേർന്ന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച നീ കൊടുത്തപ്പോ ഈശോ എടുത്തിരുന്ന മറുപടിയാണ് ജീവിതം എന്ന പ്രിയപ്പെട്ടവൻ. ഒരുപാട് അവസ്ഥയിൽ നേടിയെടുക്കുകയാണ്. വിവാഹം അങ്ങനെയാണ്. കർത്താവ് നമുക്ക് ചേർന്ന് തരികയാണ്. കർത്താവ് നമ്മളെ പരിശോധിച്ചു. നമ്മൾ പിറന്ന 7 നിമിഷം മുതൽ നമ്മുടെ ഓരോ ചെയ്തിയും കർത്താവ് തൂക്കി അളന്നും കർത്താവിന്റെ രക്ഷത്തേക്കാൾ കണ്ണ് സൂര്യദർശനം കൊണ്ട് നോക്കിയൊക്കെ മനസ്സിലാക്കിയത് നിനക്ക് ഇവിടെ നിനക്ക് അർഹതയുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈശോ നമുക്ക് ഒരാളെ തരികയാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ. അതിന്റെ സന്തോഷം മനസ്സിൽ ഇങ്ങനെ അലറിക്കൊണ്ടേയിരിക്കുകയാണ്. ജീവിതം അനീറ്റ, ഇതിൽ നമ്മുടെ ഇടവക്കാരാണ്. അനീറ്റ ആലപ്പുഴയിലാണ്, അടുത്തടുത്താണ്. പക്ഷെ അവർക്കാണ് അറിയുന്നില്ലായിരുന്നു. അവർ അറിയാൻ തുടങ്ങിയത് കർത്താവ് അവരെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തിയ നിമിഷം മുതലാണ്. നിന്റെ വധു ഇവനായിരിക്കും, നിന്റെ വരൻ ഇവനായിരിക്കും എന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മനസ്സിൽ എന്ന് മന്ത്രം ചെയ്യപ്പെടുകയോ അന്ന് മുതൽ അവർ പരസ്പരം അറിയാൻ ആരംഭിച്ചു. ഇന്ന് ആ അറിവിനെ അവരുടെ അർപ്പണമാക്കി മാറ്റുകയാണ് ഈശോയ്ക്കുള്ള സ്നേഹാർപ്പണം. ഇനി മുതൽ ജീവിതം എനിക്കായിരിക്കും ഈശോയെ സ്നേഹിക്കാൻ ഒരു പൂർവഴിയുണ്ട്. അതൊരു വലിയ പൂർവഴിയാണ്. പങ്കാളിയെ സ്നേഹിക്കുകയാണ്. ഈശോ ഈ സമ്മാനത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഈശോയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവിതം അനീറ്റയെ നീ ആവില്ലാതെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട അനീറ്റ, എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം നീ ഇതിനെയും സ്നേഹിക്കുക. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഈശോയിലേക്കാണ് ചെന്ന് എത്തുന്നത്. അതങ്ങനെ തന്നെയാണ്. തിരിച്ചു നിങ്ങൾ ആരെങ്കിലും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തൊട്ട് നോക്കിച്ചാൽ ആ നോട്ടപ്പാട് ചെന്ന് മതിക്കുന്നതും ഈശോയുടെ തുടിക്കുന്ന ഹൃദയത്തിലേക്ക് തന്നെയാണ്. പറഞ്ഞല്ലോ, എനിക്ക് പറയാമല്ലോ, സഭയും ശിഹായും പോലെയാണ്. ശിരസാണ്, സഭ ശരീരമാണ്. ശരീരത്തിൽ കുത്തിയാൽ ശിരസിന് നോവിക്കും, നോവും ശിരസ് തട്ടിയാൽ ശരീരത്തിനും വിധിക്കും. ഇതുപോലെ നിങ്ങൾ ആരെ തൊട്ടാലും ഈശ്വരത്തേക്കുന്ന നോവായി നൊമ്പരമായി മാറുകയാണ്. ഇനി അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പരസ്പരം വേദനിപ്പിക്കാതിരിക്കുക. സ്വാഭാവികമാണ്, ചില വേദനകൾ നമുക്ക് വേണം. അത് ഈ അവധിയനുസരിച്ചുള്ള വേദനയാണ്. ആ വേദനയിൽ വരുമ്പോൾ സന്തോഷത്തോടെ 2 കൈയും നീട്ടി മേടിച്ച് ആകാശ പൂജ കൊടുക്കുക. അത് ഈശോയ്ക്ക് ഇഷ്ടമാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ മാതാപിതാക്കളെ കൂടി അഭ്യർത്ഥിക്കട്ടെ. അതോടൊപ്പം ഉണ്ട് പങ്കാളിക്കുക. അവരുടെ വിശുദ്ധമായ ജീവിതത്തിൽ ഇഷ്ടപ്പെടുത്തുന്ന ഒരു മറുപടി കൂടിയായി ഇതിനെ മനസ്സിലാക്കുന്നതാണ് എനിക്കിഷ്ടം. ബൈബിളിൽ വായിക്കാറുണ്ട്, നല്ല മരങ്ങൾ നല്ല ഫലം കായ്ക്കുന്നു. തീർച്ചയായും മാതാപിതാക്കളെ അഭിമാനിക്കാൻ സാധിക്കും. എപ്പോഴാണ്
ഈശോയുടെ മകനെ ഒന്നുകിൽ ഒരു വൈദികനാക്കി മാറ്റണം, അല്ലെങ്കിൽ നല്ലൊരു സമർപ്പിതനാക്കി മാറ്റണം. ഇത് രണ്ടും അല്ലെങ്കിൽ അവരെ നല്ലൊരു കുടുംബത്തിനാക്കി മാറ്റണം. Then you can be proud of it. അപ്പോൾ മാതാപിതാക്കൾക്ക് ഈശോയുടെ സന്നിധിയിൽ അഭിമാനിക്കാൻ സാധിക്കും. ജീവിതത്തെയും അനിതയുടെയും നല്ല മാതാപിതാക്കൾ ഇപ്പോൾ ഒത്തിരി അഭിമാനിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഇത്ര വർഷക്കാലം ഞാൻ പലപ്പോഴും കാക്കിക്കും മരുന്നിനും പൂച്ചയ്ക്കും കൊടുക്കാതെ സൂക്ഷിച്ചത്, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് തിരികെ പോകാതെ അവരുടെ ആത്മാവിനെ അതുപോലെ വിട്ടുകൊടുത്തതിന് കൂടുതൽ പ്രാർത്ഥന ചെയ്ത് കെട്ടുപോകാതെ എന്നും ജ്വലിപ്പിച്ച് നടത്തിയത്, സഭയോടും ഇടവകയോടും വൈദികരോടും സമർപ്പിതരോടുള്ള ശുദ്ധമായ സ്നേഹബന്ധത്തെ എന്നും ഊതിക്കാച്ചി പകർന്നു കൊടുത്തതിന് മാതാപിതാക്കളെ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇനിയും അങ്ങനെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന്റെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിനെ കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള പരിചയം മാത്രമേ, അതൊക്കെ മാനുഷികമായ കാര്യം മാത്രമാണ്. ഉള്ളിന്റെ ഉള്ളിൽ ദൈവികമായ പരിചയം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നല്ലൊരു കുടുംബമായി പരിശോധിക്കാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ജീവിതം അനിതായി സന്തോഷപ്പെട്ട കരങ്ങൾ പോക്ക് നടക്കുന്നത് കാണുന്നതാണ് ഈ ഞങ്ങളുടെ സന്തോഷം. നിങ്ങളെ കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിലാണ് ഈ ഞങ്ങളുടെ അഭിമാനം. ചേർന്നുള്ളവരെ, ആ നന്മ ഈശോയ്ക്ക് മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാം. എന്നെ കേൾക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് യു, നിങ്ങളെല്ലാം വിവാഹിതരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതം ജീവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നന്നായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്ക് തീർത്ഥാടനം പോവുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യാശയുടെ തീർത്ഥാടനം നമ്മളെന്ന ആത്മവാക്യത്തോടെ ലോകപ്പാടുള്ള കത്തോലിക്കാ മക്കൾ ജൂബിലി ആഘോഷിക്കുന്ന വർഷം തന്നെയാണല്ലോ ജീവിതം നീറ്റായും പ്രത്യാശയുടെ ഉത്തരവുമായി മാറുന്നത്. നല്ല ഈശ്വരിക്ക് ഞാൻ നന്ദി പറയുന്നു. സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് വാർത്താൻ സാധിക്കുക? ഇങ്ങനൊരു സ്നേഹമറിയാതെ ഒരുപക്ഷെ നമ്മളെ നമ്മുടെ അമ്മയെക്കാളും അനേകം അനേകം അന്നതയോളം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ അമ്മ, ആ അമ്മയെ നമുക്ക് എങ്ങനെയാണ് ഓർക്കാതിരിക്കാൻ പറ്റുക? കാലയിലെ കല്യാണവേളയിൽ അവൾ ഉണ്ടായിരുന്നു. 30 വർഷം മുമ്പ് ഈശോ പറഞ്ഞപ്പോൾ കാലത്തൊഴുപ്പിലും അവൾ ഉണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞ് കാലയിൽ തന്റെ പ്രിയപുത്രൻ നമുക്ക് വേണ്ടി പീഡനമേറ്റ് പിടഞ്ഞു മരിക്കുമ്പോൾ അമ്മയും അമ്മയുണ്ടായിരുന്നു. അവൾ നമ്മുടെ അമ്മയെ വിശ്വസിച്ചു. മകനെ, നിന്റെ അമ്മ, ആ അമ്മയെ അമ്മയായി എന്നും സ്വീകരിച്ചുകൊണ്ട് മക്കളെ നിങ്ങൾ യാത്ര പോവുക. പലവഴി തന്നെ തിരിച്ചു വരാം. ഒരാൾക്ക് ക്രിസ്ത്യാനി ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ക്രിസ്തീയ യുവതിയും വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഈശോ ഈശോ നിങ്ങളെ കയ്യിലെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും നല്ല കൂട്ടുകാരനെ നിങ്ങൾ കണ്ടെത്തിയും കഴിഞ്ഞു. ഏറ്റവും നല്ല ഒരു സഹയാത്രികൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. രാത്രി ഉറങ്ങിപ്പോകാത്ത ഒരു ഇടയനെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അത്യാവശ്യം വന്നാൽ ഗർഭത്തെ പോലും കീഴാക്കി മാറ്റുന്ന സ്നേഹത്തിന്റെ മായാജാലക്കാരനെ കൂട്ടുകാരനായി കിട്ടുകയും ചെയ്തു. ആ ഈശോയെ മുറപിടിക്കുക. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും കൂടുതൽ ഈശോയെ വിശുദ്ധ കുർബാന പ്രസംഗിക്കുമ്പോഴൊക്കെ കൊതിയോടുകൂടി അതിലേക്ക് ഓടി അടയുക. അവിടെ കർത്താവിന്റെ വിഭവങ്ങൾ തന്റെ മാസരക്തങ്ങളായി പങ്കുവെച്ച് തരുന്നുണ്ടല്ലോ. നിങ്ങളോട് കുർബാനയെ സ്നേഹിക്കണം, വിശുദ്ധ കുർബാന സ്നേഹിക്കണം, പരിശുദ്ധ സമയെ സ്നേഹിക്കണം, തിരുസഭയെ സ്നേഹിക്കണം, ശത്രുക്കളെ പോലെ നിങ്ങൾ സ്നേഹിക്കണം. അവൻ അനുഭവമായി നിങ്ങൾ പരിലസിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ജീവിതത്തിലൂടെ വിജയകരമായി മുന്നോട്ട് പോകുന്നവരാണല്ലോ. നിങ്ങളെ അഭിനന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ കുടുംബം, ന്യൂ ഫാമിലി ഈസ് ബീയിങ് ബോർൺ. ഒരു പുതിയ കുടുംബം പിറന്നു വീഴുന്ന സുവർണ്ണ നിമിഷങ്ങളാണ്. നല്ല ഈശോയെ മഹത്തരമായ ഈ മധ്യാഹ്നത്തെ നിലനിയാൻ വീണ്ടും വീണ്ടും പറയുന്നു. മക്കളെ സ്വർഗത്തിൽ നിന്ന്
കൃപയുടെ അനുഗ്രഹത്തിന്റെ ആ കൊച്ചു കൈമാറ്റത്തെ തുടർന്ന് ഈ മക്കളിലേക്ക് പരിശുദ്ധമായ ധാരാളം അപേക്ഷിച്ചു. ഈ പ്രാർത്ഥനകളൊക്കെ പ്രതീക്ഷ സമർപ്പിച്ചുകൊണ്ട് സമയോട് ചേർന്ന് നമുക്ക് ക്രിസ്തുവിൽ പങ്കെടുക്കാം. എഴുതുന്ന താമസിച്ചല്ല. ദൈവജനമാകുന്ന അനുഗ്രഹത്തിനായി സകലരെയും ക്ഷണിക്കുന്ന വിശുദ്ധിയായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് സമാധാനത്തിന് അനുഗ്രഹത്തിന് മാലാഖയായിരിക്കണമെന്ന് വിനയപൂർണ്ണങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും ജ്ഞാനമുക്തവും ക്രിസ്ത്യാനിമാരും സമർപ്പിക്കാം. സന്തോഷത്തോടും പ്രതീക്ഷയോടും ആരംഭിക്കുന്ന ജീവിതം വിജയകരമായി നയിക്കുവാനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുനാമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയെ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോട് ശ്രദ്ധയോട് കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കടപ്പെടുകയാണ്. വധൂവരന്മാരുടെ ഭാഗത്ത് നിന്ന് ഓരോ സാക്ഷികൾ ഒപ്പമുണ്ടാവണം. സാക്ഷികൾ വധുവിനെ സഹായിക്കാനായിട്ട് വൺ ഓഫ് യു. ഓക്കെ. ജിതിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനീറ്റ എന്ന് വിളിക്കപ്പെടുന്ന അൽബീനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനീറ്റ എന്ന് വിളിക്കപ്പെടുന്ന അൽബീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജിതിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം മരുതരം ശത്രുവിക്കുക. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. താലി വെച്ചിരിപ്പ് കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാവട്ടെ.
ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇവർ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെച്ചിരിക്കുന്ന കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. മന്ത്രകോടി വെഞ്ചിരിപ്പ് കൃപാവനത്തിന്റെ അനിഷ്ടവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വമെന്ന വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വമെന്ന വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും പ്രവചനയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന്
യോഗ്യനാക്കുകയും ചെയ്യട്ടെ. സ്നേഹമുള്ളവരെ, വിവാഹമെന്ന കൂദാശ പ്രവേശിച്ചിരിക്കുകയാണ്. ജീവനോടെ
നൽകണമേ നിൻ കൃപയാലേ. വിശുദ്ധി പൂരിത കാത്തത്താൽ കൃപരന്തലിനായി തീരാൻ കൽസുതനായി തലമണിയാൻ ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ചേരുവാൻ തൻ കൃപയാൽ താതൻ ഇവരിൽ കനിയട്ടെ. സന്നിധിയിൽ അർപ്പിച്ചവരാക്കിവർക്കും പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Here we stand today, like we always dreamed, starting out our life together. The light is in your eyes, love is in our hearts. I can't believe you're really mine forever. Been rehearsing for this moment all my life, so don't act surprised if the feeling starts to carry me away. On this day, I promise forever
വാർഡാണ് അനീറ്റ. ആൻഡ് സെയിം ഗോസ് ടു അനീറ്റ. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അനീറ്റ. ഓഫ് കോഴ്സ് വളരെ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ആ ഒരു എല്ലാ സ്വഭാവവും അനീറ്റയിൽ കാണാനുണ്ട്. ആ ഒരു പെണ്ണുകാട്ടിൽ തൊട്ട് അനീറ്റയെ എനിക്ക് പരിചയമുണ്ട്. സോ അനീറ്റയെ പോലെ നല്ലൊരു കുട്ടിയെ ഈ കാലഘട്ടത്തിൽ കിട്ടിയ ജിബി യു ആർ ലക്കി. അപ്പോൾ കഴിച്ചു കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരെയും പറ്റി ഓർക്കുമ്പോൾ വളരെ ഒരു എന്താ പറയുക, മാതൃകാ ദമ്പതികൾ ആക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ്. ഇനി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഗിഫ്റ്റാണ് ആയിരുന്നു ഇതും പ്രൂവ് ചെയ്യാൻ ഒരു ലൈഫ് ടൈം മുഴുവൻ ഇവർക്ക് മുന്നിലുണ്ട്. അതൊക്കെ പ്രൂവ് ചെയ്യട്ടെ, അത് കാണാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാകട്ടെ. സോ ഈ ഇവരുടെ ഫേസിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന വേറെ രണ്ട് പേരുണ്ട്. ഓഫ് കോഴ്സ് അത് അവരുടെ ഫാമിലി തന്നെയാണ്. അവരും കൂടി സ്റ്റേജിൽ എത്തിയാലേ ഈ ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ അതിൽ നിന്ന് നമുക്ക് അവരുടെ ഫാമിലി ഇൻവൈറ്റ് ചെയ്യാം. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അവർ ഗ്രൂപ്പ്സ് ഫാമിലി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മയും ആൻറ്റിയുമാണിത്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ അറിയാവുന്നവർക്ക് അറിയാം, ഇവര് നല്ലൊരു ലവേഴ്സ് ആണ്. വളരെ ഞങ്ങൾ എല്ലാവരും നോക്കി കാണുന്ന വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോംഷനെയും ഷീനാൻ്റെയും വളരെ ഹാൻസം ആയിട്ടുള്ളവരുടെ മിഥുനെ കൂടെ ഞാൻ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. നമുക്ക് എല്ലാവരും നല്ലൊരു കയ്യിലൂടെ അവരെ സ്വാഗതം ചെയ്യാം. Now let me invite our bride's family. So അവരുടെ കൊച്ചു രാജകുമാരിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കാത്തിരുന്നും ഒക്കെ ബ്രൈഡിന്റെ ഫാമിലിയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അനീറ്റയുടെ പാരന്റ്സ് മിസ്റ്റർ ലാൽജി ജോസഫ്, mom Jaya Lalji, along with Anita's handsome brother Aju Joseph Lalji, with his beautiful wife Fenna Aju and their little beautiful Krista onto the stage. So ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാത്തത് എനിക്ക് ഇവരെ പറ്റി ഒരു വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാലും അനീറ്റയുടെ അമ്മയെയും അച്ചാച്ചനെയൊക്കെ പെണ്ണുകാണുന്ന സമയത്ത് പരിചയപ്പെടാനുണ്ടായി. നല്ല വിശ്വാസത്തിലും അച്ചടക്കത്തിലും ഒക്കെ ജീവിക്കുന്ന നല്ലൊരു കുടുംബമാണ്. അപ്പോൾ ഇവർക്ക് മാതൃകയാകാൻ പറ്റിയ രണ്ട് ഫാമിലിയാണുള്ളത്. സോ അവരുടെ ലൈഫ് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ഒന്നുകൂടെ വിഷ് ചെയ്യുവാണ്. സോ ഇവരുടെ ഫാമിലി ഇവിടെ എത്തിക്കഴിഞ്ഞല്ലേ. അപ്പൊ ഇനി നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള സെറമണീസ് എല്ലാം തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ലാമ്പ് ലൈറ്റിങ്ങിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ ഫംഗ്ഷനും അതിൻ്റെതാകുന്ന ഒരു മീനിങ് ഉണ്ട്. സോ ഇപ്പൊ ഇവര് തെളിക്കാൻ പോകുന്ന ഈ വിളക്ക് ഇവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന അന്ധകാരങ്ങൾ പരസ്പരം വെളിച്ചമാകും എന്നുള്ള ഒരു പ്രോമിസ് കൂടിയാണ്. സോ അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ നവവധൂവരന്മാരായ അനീറ്റയും ജിബിനെയുമാണ്. അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ ലാമ്പ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. പ്ലീസ്.
Now, അനീറ്റയ്ക്കും ജിതിനും ഈ ഒരു വൈൻ ടോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ടേസ്റ്റ് ചെയ്ത് ഈ ലൈഫിന്റെ ലഹരി ആസ്വദിച്ച് മുന്നോട്ട് പോവാം. Fighting flames of fire, hang on to burning wires. We don't care anymore. Are we fading lovers? We keep wasting colors. Maybe we should let this go. We've fallen apart, still we hold together. We've passed the end, still we chase forever. This is all we know. This feeling's all we know. I'll ride my bike up to the road, down the streets, right through the city. I'll go everywhere you go, from Chicago to the coast. You tell me hit this and let's go. Blow the smoke right through the window, 'cause this is all we know. One bed, different covers. We don't care anymore. Two hearts still beating on with different rhythms. Maybe we should let this go. We've fallen apart, still we hold together. We passed the end, still we chase forever. This is all we know. This feeling's all we know. I'll ride my bike up to the road, down the streets, right through the city. I'll go everywhere you go, from Chicago to the coast. You tell me hit this and let's go. Blow the smoke right through the window, 'cause this is all we know.
like a river washing over me. Fount of heaven, love of Christ, overflow in me. Thank you, Jesus. You set me free. Christ, my Savior, you rescued me. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll